Hi friends, തേർഡ് യൂണിറ്റിലെ ആക്ടിവിറ്റി പാർട്ടാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് വെറും തേർഡ് യൂണിറ്റിലെ വെയിറ്റിംഗ് ഫോർ റെയിനുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല. സീ ഫീവർ, സാഗ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ റെയിൻ, ഈ 3 ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും അതിന്റെ കൂടെ തന്നെ വൊക്കാബുലറി, ഗ്രാമർ ആക്ടിവിറ്റി പാർട്ടും കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് ആക്ടിവിറ്റി 1. അല്ലെ, നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള 2 പിക്ചർ കാണുന്നില്ല മക്കളെ? എന്താണ്, നല്ല മനോഹരമായിട്ടുള്ള പിക്ചർ കാണുന്നുണ്ട്, അതും 2 വേർഡും കാണുന്നുണ്ട് അല്ലെ. ഒരു ക്ലാങ്, അതുപോലെ ഒരു ക്രാഷ്. ഈ 2 വേർഡാണ് കാണുന്നത് അല്ലെ. നമുക്ക് വായിച്ചു നോക്കാം. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ സാഗ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്. ഒരു വേർഡ് അവിടെ തന്നിട്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. സാഗ് ഓഫ് ദ ടിഫിൻ കാരിയർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. നോക്കാം. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച് ടു ദ ക്രാഷ് ഓഫ് ദ കാരിയേഴ്സ് ലാഡ് ഇൻക്രീസ് ദ ക്ലാങ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്. അല്ലെ, നല്ല ചൂടുകാലത്ത് ഇങ്ങനെ ആ ടിഫിൻ കാരിയേഴ്സ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ആ ടിഫിൻ കാരിയേഴ്സിലുള്ള പാത്രങ്ങൾ നമ്മളിങ്ങനെ പരസ്പരം ഇങ്ങനെ മുട്ടിയിട്ടുണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് അവർ കയ്യിലോ എവിടെയും വെച്ചിട്ട് ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേക്ക് ഒരു പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങളും അത് പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഇങ്ങനെ പരസ്പരം മുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങളും ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. നോക്കാം. ഇവിടെ 2 പിക്ചർ ഉണ്ട് അല്ലെ. വാട്ട് ഡു ദ ഇമേജസ് അബോ കൺവേ അബോ ദ വേർഡ്സ് പിക്ചേഴ്സ് അലോങ് സൈഡ് അല്ലെ. ഇവിടെ ഒരു ക്ലാങ് എന്ന് പറയുന്ന ഒരു പിക്ചറും ക്രാഷ് എന്ന് പറയുന്ന പിക്ചറും ഉണ്ട് അല്ലെ. ഈ ക്ലാങ് എന്ന് പറയുന്ന പിക്ചർ വേണമെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾക്കും ചെയ്യാം അല്ലെ. വീട്ടിൽ കിച്ചണിൽ പോവുക, കിച്ചണിൽ പോയിട്ട് ഒരു 2 പാത്രം എടുക്കുക അല്ലെ. ഒരു പരന്ന 2 പാത്രം എടുത്തോളൂ കേട്ടോ. ആ പാത്രം എടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങ് മുട്ടിയിട്ട് ഒരൊറ്റ ഡയലോഗ് അങ്ങ് പറയാം. എന്ത് ഡയലോഗാണ്? ക്ലാങ്. എന്ത് ഡയലോഗാ പറയേണ്ടത്? ക്ലാങ് അല്ലെ. അതോടുകൂടി പിന്നീട് നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെയുള്ള 2 സംഭവങ്ങളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് ക്ലാങ് എന്ന് പറയുന്നത് അല്ലെ. ഇത് എഴുതി പഠിക്കുന്നത് ഓർമ്മയിൽ വെക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞ പോലെ കിച്ചണിൽ പോവാ, 2 പാത്രം എടുത്ത് കൂട്ടിമുട്ടിക്കുക, അമ്മമാര് വന്ന് ചീത്ത പറയുമ്പോ പറയാ ക്ലാങ് എന്ന്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്നത്തേക്കും ഇത് ഓർമ്മ വരും അല്ലെ. അത് ഈ ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ഈ ക്ലാങ് എന്ന് പറയുന്ന ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കാണാം അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് ക്ലാങ് 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 എന്ന് പറയുന്ന ശബ്ദം. അല്ലെ, ക്രാഷ് അല്ലെ, ഒന്നും നോക്കണ്ട, അപ്പൊ ഈ ഇടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് അല്ലെ. വണ്ടികളൊക്കെ തമ്മിൽ കൂട്ടി അങ്ങ് മുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദത്തിനാണ് നമ്മൾ അധികവും ക്രാഷ് എന്ന് യൂസ് ചെയ്യും അല്ലെ. ക്രാഷായി, വണ്ടി ക്രാഷായി തരിപ്പണായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വേർഡാണ് ക്രാഷ്. ഇനി നമുക്ക് ഇതിലുള്ള ഈ പിക്ചർ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യം നിങ്ങൾക്കില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് അല്ലെ. എന്താണ്, 2 പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വണ്ടികളൊക്കെ തട്ടുമ്പോഴും ഉണ്ടാവുന്ന ശബ്ദമാണ്. ഇത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയെടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് എക്സ്പ്രഷൻ തന്നു മാത്രമേ ഉള്ളൂ. വെറുതെ ഒന്ന് നോക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടോ. ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ പിക്ചറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്ന് മാത്രം. The young girl might be standing in a kitchen. Her face is with happiness and delight as she holds 2 plates in her hands. ഫസ്റ്റ് പിക്ചർ ചിലപ്പോൾ ഒരു പെൺകുട്ടി കിച്ചണിൽ കയറിയതായിരിക്കാം. അവള് ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ കയ്യിൽ എന്തുണ്ട്? 2 കയ്യിലായിട്ട് 2 പാത്രങ്ങളുണ്ട്. One plate is slightly tightened towards the other, causing them to touch and create a clear clang sound. അല്ലെ, അതിലൊരു പാത്രം മറ്റൊരു പാത്രത്തെ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാണ്ട് അവൾ എന്ത് സൗണ്ട്? ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാം, ക്ലാങ് എന്ന് പറയുന്ന ശബ്ദം. ദാറ്റ് ഇസ് എ ഫസ്റ്റ് പിക്ചർ. Then the second picture might be the scene of an accident. അത് ചിലപ്പോൾ എന്തായിരിക്കാം? ഒരു ആക്സിഡന്റിന്റെ പിക്ചർ ആയിരിക്കാം. ഓക്കെ, it is a quiet scene in the city or street. 2 cars, one sleek sedan and the other sturdy SUV have collided. അല്ലെ, 2 കാറ് പറഞ്ഞുള്ളൂ. അത് തമ്മില് നമ്മുടെ സ്ഥിരമായിട്ട് സിറ്റികളിലൊക്കെ കാണുന്ന കാഴ്ചയാണ്. തമ്മിൽ കൂട്ടിമുട്ടിയതായിരിക്കാം. The impact has sent debris flying and caused both vehicles to crumble. Bystanders are seen rushing towards the scene. Their expression is a mix of concern and urgency. Smoke is rising from the engines and there is a sense of tension in the air. As an emergency response arrives on the scene, the sound is image is crash. ഒന്നുമില്ല മക്കളെ, ഒരു ആക്സിഡന്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ.
ഒരു ആക്സിഡന്റ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എമർജൻസിയും ബഹളവും, ഒരു പുകയും, ആളുകൾ വരുന്നതും, അതിന്റെ ആ ഒരു ഞെരുക്കവും ആ ഒരു ബഹളവും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് ക്രാഷ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ? Such words are called onomatopic words. എന്താണ് ഈ onomatopic words? onomatopoeia, onomatopic words എന്നൊക്കെ പറയും അല്ലെ. ഇങ്ങനെയുള്ള വാക്കുകൾക്കാണ് നമ്മൾ onomatopoeia words എന്ന് പറയുന്നത്. നോക്കാം. The pronunciation of these words imitate the sound they refer to onomatopoeia. എന്താണ് ആ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്? ആ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ ഇമിറ്റേറ്റ് ചെയ്യാണ് സൗണ്ട് ദേ റെഫർ ടു അല്ലെ. ആ വസ്തുക്കൾ ഉണ്ടാക്കുന്ന സൗണ്ട് കോപ്പി അടിച്ചിട്ടാണ് ആ ഒരു വേർഡ് ഉണ്ടാവുന്നത്. അത്രയേ ഉള്ളൂ. ഐ മീൻ ഒരു വസ്തു ഉണ്ടാക്കുന്ന സൗണ്ട് എന്താണോ ആ സൗണ്ട് കോപ്പി അടിച്ചിട്ടായിരിക്കും ആ വേർഡ് വരുന്നതും അതിന്റെ സ്പെല്ലിംഗ് വരുന്നതും. അതേപോലെ തന്നെ അതിന്റെ ആ സൗണ്ട് ആയിരിക്കും ആ വേർഡ്, അതിന്റെ പ്രൊണൗൺസിയേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാമ്പിളിന് പാമ്പ് എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടാക്കും അല്ലെ. പാമ്പ് ഇങ്ങനെ വീശുന്ന ശബ്ദം അല്ലെ, അതിന്റെ പത്തി വിടർത്തിയിട്ട് ഇങ്ങനെ എന്നൊരു ശബ്ദം കേൾക്കാം അല്ലെ. അത് അപ്പം കേൾക്കുന്ന ശബ്ദം ഏതാ? ഹിസ് അല്ലെ. ആ വേർഡും അത് തന്നെയാണ്. ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ, ഹിസ് എന്ന് പറഞ്ഞാല് ഈ പാമ്പൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വീശുന്നുണ്ടാകുന്ന ശബ്ദമില്ല, അതിനാണ് ഹിസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ വേർഡിൽ നിന്ന്, ആ സൗണ്ടിൽ നിന്നാണ് ആ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ, ആ വേർഡ് ഉണ്ടാവുന്നത്. അതാണ് ഇമിറ്റേറ്റ്. ആ സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന വേർഡ്സിനാണ് ഓണോമാറ്റോപിയ വേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? is the use of the creation of the word that phonetically imitate, resembles and suggests the sound of that. പറഞ്ഞു തന്നെയാണ്. ആ സൗണ്ട് എന്താണോ അത് അതേപോലെ ഫോണറ്റിക്കലി ഇമിറ്റേറ്റ് ചെയ്യാണ്, അത് അതേപോലെ കോപ്പി അടിച്ച് സജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു വേർഡ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ കുറെ വേർഡ്സ് ഉണ്ട്. ബൂം ഉണ്ട്, സിങ് ഉണ്ട്, സ്പ്ലാഷ്, ബോംബ്, വാം, സ്പ്ലാഷ്, ഇങ്ങനെയുള്ള ഓണോമാറ്റിക് വേർഡ്സ് ആണ്. നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിലൊക്കെ ആയിട്ട് വിശദമായിട്ട് ഓണോമാറ്റിക് വേർഡ്സ് ഉണ്ട്. നോക്കാം. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. For over a week now, a brutal wind had been sweeping the northern outskirts of the city with a menacing call. അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. വെയിറ്റിംഗ് ഫോർ റെയിനിന്റെ ഭാഗത്തായിട്ട് അവരുടെ സിറ്റിയിൽ ഇടായിട്ട് എന്തുണ്ട്, അല്ല ആഞ്ഞു വീശുന്ന ഒരു കാറ്റ് വന്ന് വീശി അടിച്ച്, ക്രൗള് പറഞ്ഞാൽ എന്താണ്, ശരിക്കും കാറ്റൊക്കെ ഓരിയിട്ട് വീശുക എന്ന് പറയില്ലേ, നമ്മള് കുറുക്കനെ കോരിയിട എന്ന് പറയുന്ന പോലെ, അങ്ങനെയുള്ള ചൂളമടിച്ച് വീശുന്ന കാറ്റിന്റെ ശബ്ദം, അതിനൊക്കെയാണ് നമ്മൾ ഈ ക്രൗൾ എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ് അല്ലെ, ജനലൊക്കെ വന്ന് കാറ്റിൽ അങ്ങ് അടിച്ച് ടപ്പ് ടപ്പ് എന്നിങ്ങനെ ബാങ്ക്ഡായി അടിക്കും അല്ലെ, അതിനാണ് ബാങ്ക്ഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഡോർസ് അൺലാച്ച്ഡ് ദംസെൽവ്സ് അറൗണ്ട് മൈ ഹോം, ട്രീസ് ക്രീക്ക്ഡ് അല്ലെ. ക്രീക്ക്ഡ് പറഞ്ഞാല് നമ്മൾ ചെറിയ കുഞ്ഞി ഒക്കെ തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വലിയ അട്ടഹാസമല്ലാത്തൊരു ഇക്ലിച്ചിരി എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ നമ്മൾ ക്രീക്കഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ മരങ്ങൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഇലകളൊക്കെ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനാണ് ക്രീക്കഡ് എന്ന് പറയുന്നത്. ആൻഡ് ക്രൗൺഡ് വൈൽഡ് ലീവ്സ് അല്ലെ. അതുപോലെ ക്രൗണ്ട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ഈ ചില്ലകളും കാറ്റുകളും ബ്രാഞ്ചുകളൊക്കെ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അല്ലെ. വൈൽ ലീവ്സ് ഹിസ്ഡ്, പക്ഷെ ആ സമയത്ത് ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലകൾ വീശുമ്പോ അങ്ങനെ ശബ്ദം വരെ അല്ലെ. അപ്പൊ ഹിസ്ഡ് ചെയ്യുന്ന ശബ്ദം ലീവ്സിന്റെ. ആൻഡ് വിസ്പേർഡ്, മന്ത്രിക്കുക, ഇലകൾ എന്തൊക്കെയോ മന്ത്രിക്കുക പറഞ്ഞാൽ എന്താണ്, ആ കാറ്റടിക്കുമ്പോ ഇലകളൊക്കെ കൂട്ടിമുട്ടുമ്പോ ഉണ്ടാവുന്ന ശബ്ദത്തിനാണ് കേട്ടോ. ആൻഡ് ഹിയർ വി ആർ എ വീക്ക് ഇൻ ടു കർക്കിടകം വെൻ ഫീൽഡ്സ് ആൻഡ് ദ കാനൽസ് ought to be overflowing അല്ലെ. കർക്കിടക മാസത്തില് രേഖകളും അവരുടെ ചാലുകളൊക്കെ ഒഴുകി മറയാറുണ്ട് അല്ലെ, നിറഞ്ഞിട്ട്, വെള്ളം നിറഞ്ഞിട്ട്. ഡിച്ചേഴ്സ് ഗർക്ലിംഗ് ലൈക്ക് എ സ്ട്രീംസ് ആൻഡ് ദ മൺസൂൺ സ്റ്റിൽ ഹാസ് ഇൻ പ്ലാന്റ്സ് ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട് അല്ലെ. മൺസൂൺ കാലം വന്നു, പക്ഷെ എന്താണ് ഗർക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഈ പുഴകളിലും അരുവികളൊക്കെ ഒഴുകുമുണ്ടാവുന്ന കളകള ശബ്ദമല്ലേ, കളകള ശബ്ദം. ആ ഗളകള ശബ്ദത്തിൽ നിന്നാണ് ഗർഗ്ലിംഗ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ട്, ഈ പറഞ്ഞ പോലെ ആ ശബ്ദത്തിൽ നിന്നാണ് ഈ വേർഡ് കോപ്പി അടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗർഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഗളകള എന്ന് പറയുന്ന പുഴയുടെ അരുവിയുടെ ഒക്കെ ശബ്ദമാണ് കേട്ടോ. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് പഠിച്ചു മക്കളെ, കുറെ ഓണോമാറ്റിക് വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ്സ് തന്നെയാണ് കേട്ടോ. മാച്ച് ദ ഓണോമാറ്റിക് വേർഡ്സ് ഇൻ കോളം എ ആൻഡ് സൗണ്ട്സ് ദാറ്റ് ഡിസ്ക്രൈബ് കോളം ബി അല്ലെ. ഓണോമാറ്റിക് വേർഡ്സ് ഉണ്ട്, അതിന്റെ മീനിങ് ഉണ്ട്, അതൊന്ന്
മാച്ച് ചെയ്യാൻ നോക്കാം. പീപ്പ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാണ്. ഇവിടെ മാച്ചിങ് നമുക്ക് വരയ്ക്കുന്നതിന് പകരം ഞാൻ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം, എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് പി 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 പി. ഇത് നിങ്ങൾക്ക് പിന്നെ പരിചയമില്ലാത്ത പ്രശ്നമൊന്നുമില്ല അല്ലെ. പോ എന്നല്ല, നമ്മൾ ശരിക്കും വണ്ടിയുടെ ഓൺ ശബ്ദം എന്ന് പറഞ്ഞാണ്ട് നമ്മൾ പഠിക്കുന്ന പി 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 എന്ന് ഓൺ അടിച്ചുകൊണ്ടിരിക്കും. ആ ഓൺ ശബ്ദത്തിൽ നിന്നാണ് ഈ വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്? പീപ്പ്. പീപ്പ് എന്ന് പറഞ്ഞാൽ making a hissing and popping sound while frying someone. അല്ല സോറി, പീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എ ഷോർട്ട് ഹൈ പിച്ചഡ് സൗണ്ട് ഓഫ് ദ ഹോൺ വെഹിക്കിൾസ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെ. എന്തെങ്കിലുമൊക്കെ വരുന്ന ഈ ഭയങ്കരമായ ഇലക്ട്രോണിക് ഡിവൈസിനോ വെഹിക്കിൾസിനോ വരുന്ന ആ ശബ്ദത്തിനാണ് പീ പീപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ദെൻ ക്രാക്കിൾ ശബ്ദം അല്ലെ. ക്രാക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് പടക്കവും പൂത്തിരിയൊക്കെ അങ്ങ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. അതിനാണ് ഈ ക്രാക്കിൾ എന്ന് പറയാം അല്ലെ. അപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വെച്ചാൽ മതി. പടക്കം പൂത്തിരി ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോ അല്ലെ, ഇങ്ങനെ ചില ഇതൊക്കെ കത്തിക്കുമ്പോ ഉണ്ടാവാറുണ്ട്, ഈ ചിരട്ടയൊക്കെ കത്തിക്കുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ക്രാക്കിൾ ശബ്ദം. ഓക്കെ, അപ്പൊ നോക്കാം. മേക്കിംഗ് എ ഹിസിങ് ആൻഡ് പോപ്പിംഗ് സൗണ്ട് വൈൽ ഫ്രൈയിങ് സംതിങ് അല്ലെ. എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ക്രാക്കിൾ ശബ്ദം ഉണ്ടാവാറുണ്ട്. പോപ്കോൺ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അല്ല, പോപ്കോൺ നമ്മളിങ്ങനെ ഇതിലൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വീട്ടിലിപ്പോ ഉണ്ടാക്കാറുണ്ടല്ലോ ആളുകൾ അല്ലെ. ആ സമയത്ത് ഇങ്ങനെയുള്ള ക്രാക്കിൾ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ദെൻ ഫ്ലട്ടർ. ഫ്ലട്ടർ മീൻസ് എന്താണ്? ഈ ചിറകുകൾ, നമ്മുടെ പക്ഷികളൊക്കെ ചിറകുകൾ ഇങ്ങനെ ആഞ്ഞടിച്ച് വീശുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിനാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. മേക്ക് എ നോയ്സ് ബൈ മൂവിങ് വിങ്സ് ക്വിക്ക്ലി അല്ലെ. ചിറകുകൾ നല്ല സ്പീഡിൽ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിനാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗിഗിൾ ശബ്ദം. ഇതാ നോക്കിയേ, ഇതാ ഈ മക്കള് നല്ല ഇക്കിളിയാക്കി ചിരിക്കുന്ന പോലെ ചെറിയ തമാശയൊക്കെ പറഞ്ഞ് ചെറിയ ഒരു പുഞ്ചിരി പോലത്തെ നന്നാ ഭയങ്കരമായിട്ടുള്ള ചിരി അല്ലാത്തൊരു കുഞ്ഞു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അല്ലെ. അതിനാണ് ഗിഗിൾ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. ലോഫ് ഇൻ ലൈറ്റ് സില്ലി വേ അല്ലെ, വളരെ ലൈറ്റ് ആയിട്ടുള്ള സില്ലി വേയിൽ ചിരിക്കുക. ദെൻ റാറ്റിൽ അല്ലെ. റാറ്റിൽ സ്നേക്ക് എന്നുള്ളത് ആ സ്നേക്ക് തന്നെ ഉണ്ടാകുക തന്നെയാണ് കേട്ടോ. ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ ഞെരിച്ച് ഇതാക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ശബ്ദത്തിനാണ് റാറ്റിൽ എന്ന് പറയുന്നത്. നോക്കാം. Make a rapid series of short, sharp noises. An object like that, rattlesnake. ഞാൻ പറഞ്ഞില്ലേ, റാറ്റിൽ സ്നേക്സ് തന്നെയാണ് ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ, ഈ റാറ്റിൽ സ്നേക്സ് ഇങ്ങനെ ഞെരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ശബ്ദത്തിനാണ് ഈ റാറ്റിൽ എന്ന് പറയുന്നത് കേട്ടോ. റംബിൾ. റംബിൾ ശബ്ദം നിങ്ങൾക്ക് എപ്പോഴും പരിചയമായിട്ടുള്ള ശബ്ദമാണ്. നോക്കാം. മേക്ക് എ കണ്ടിന്യൂസ് ഡീപ് കോൺസണന്റ് സൗണ്ട് ഓഫ് ദ തണ്ടർ ഫ്രം ദ സ്റ്റൊമക് അല്ലെ. നമ്മുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഇടിമുഴക്കം പോലെ ശബ്ദം ചില സമയത്ത് വിഷം നിൽക്കുമ്പോഴൊക്കെ വരാം. നമ്മള് ഗ്യാസ് എന്നൊക്കെ പറയും അല്ലെ. വയറിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്നൊന്നര ശബ്ദം ചില സമയത്ത് അങ്ങ് വരും അല്ലെ. അതേപോലെ ആകാശത്ത് നിന്ന് ഇടി പൊട്ടുമ്പോഴും ആ ശബ്ദം വരാറുണ്ട് മക്കളെ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ നമ്മള് റംബിൾ എന്നാണ് പറയാറുള്ളത്. ദെൻ സിസിൽ ശബ്ദം. ഇത് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നിങ്ങളെ വീട്ടിലെ അമ്മമാരിങ്ങനെ മുട്ടയും മീനും ചില സമയത്ത് ദോശയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമുണ്ട് കേട്ടോ. അതിനാണ് സിസിൽ എന്ന് പറയുന്നത്. Make a short and sharp repetitive sounds in quick succession, the object of the fire being cooked over a flame അല്ലെ. ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ശബ്ദമാണ് സിസിൽ ശബ്ദം. ഓക്കെ, ക്ലിയർ? Find out few more onomatopoeic words, write them in a chart and display in the classroom അല്ലെ. കുറച്ച് വേർഡ്സ് ഒക്കെ കണ്ടുപറ്റിയിട്ട് ചാർട്ടിലൊക്കെ എഴുതിയിട്ട് ക്ലാസ്സിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ മക്കളെ. നോക്കാം. നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുള്ളൂ, ഇതിൽ കൂടുതൽ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ബസ്. എന്താണ് ബസ്? ആ വേർഡിൽ തന്നെ നമുക്ക് അറിയാം അത് ആരുടെ സൗണ്ട് ആണെന്നുള്ളത് അല്ലെ. ബസ് എന്ന് പറയുന്ന സൗണ്ട് ആരുതാണ്? ദ സൗണ്ട് മെയ്ഡ് ബൈ ബീസ് ഓർ ദ അതർ ഫ്ലൈയിങ് ഇൻസെക്ട് അല്ലെ. വണ്ട്, തേനീച്ച, വണ്ടൊക്കെ മൂളുന്ന ശബ്ദം, അതിനാണ് ബസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ബൂം. എന്താണ് ബൂം പറഞ്ഞല്ലേ? ഒരു ബോംബൊക്കെ പൊട്ടുമ്പോ ഉണ്ടാകുന്ന ശബ്ദം നമ്മൾ കേട്ടിട്ടില്ലേ? ബോംബ് അങ്ങോട്ട് ബൂം പറഞ്ഞ അങ്ങ് പൊട്ടി എന്നൊക്കെ നമ്മള് ഫിലിമിലൊക്കെ പറയാറുണ്ട് അല്ലെ. അവിടെ ബോംബ് പൊട്ടുമ്പോ ഇവിടെ വില്യം കടന്നിട്ട് ബൂം, അപ്പോൾ ഒരു ബോംബ് പൊട്ടും, ബൂം അടുത്ത ബോംബ് പൊട്ടും അല്ലെ. അപ്പൊ അതിന്റെ ഒരു ശബ്ദമാണ് കേട്ടോ. നോക്കാം. അലൗ ഡീപ് സൗണ്ട് ഓഫ് an associated with the explosion or thunder അല്ലെ.
എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴും തണ്ടർ ഉണ്ടാവുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സൗണ്ടിനാണ് ബൂം എന്ന് പറയുന്നത്. ദെൻ ചിർപ്പ് 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 പറയുന്ന ചിരി 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 അറിയുന്ന ശബ്ദം അത് വരണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആൻഡ് ഷാർപ്പ് സൗണ്ട് മെയ്ഡ് ബൈ സ്മോൾ ബേർഡ്സ്. രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ കേൾക്കാറുണ്ട് ഈ ചിർപ്പിംഗ് സൗണ്ട് അല്ലെ. നമ്മുടെ സ്പാരോ, ചെറിയ കുഞ്ഞി കുരുവികളുടെ ശബ്ദം രാവിലെ നമ്മള് ഉറക്കം എണീക്കുന്ന ആ ടൈമിൽ നമ്മൾ ഇങ്ങനെ ഉണരുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു ശബ്ദമാണ് കുഞ്ഞു കിളികളുടെ ചിലക്കുന്ന ശബ്ദം. അതിനാണ് ചിർപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സ്പ്ലാഷ് അല്ലെ, സ്പ്ലാഷ് ആണ് കേട്ടോ. ദ സൗണ്ട് ഓഫ് സംതിങ് ഹിറ്റിംഗ് ഓർ മൂവിങ് ഇൻ എ വാട്ടർ അല്ലെ. ആ വെള്ളത്തിലൂടെയൊക്കെ ഇങ്ങനെ അടിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം നമ്മള് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ വെള്ളമൊക്കെ അടിച്ച് നമ്മുടെ ദിമൊക്കെ വന്ന് കയറുമ്പോഴൊക്കെ സ്പ്ലാഷ് സൗണ്ട് ആണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് കടലിലൂടെ കപ്പലിലൊക്കെ ഷിപ്പിലോ ബോട്ടിലൊക്കെ യാത്ര പോകണമെങ്കിൽ വെള്ളം നമ്മളെ കപ്പലിലൊക്കെ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൗണ്ടിനാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ക്രീക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു. A long high pitched sound made by the something being slowly moved like a door and floorboard അല്ലെ. ഇവിടെ ക്രീക്കിന് വേറെ എന്താണ് വന്നിട്ടുള്ളത്, ഈ ഡോറ് ഫ്ലോർ ബോർഡ് ഇങ്ങനെയുള്ളതൊക്കെ പതുക്കെ വന്ന് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിന് ക്രീക്ക് എന്ന് പറയും കേട്ടോ. Then clatter, a series of short sharp sound made when hard object hit each other അല്ലെ. എന്തെങ്കിലും വലിയ ഹാർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് ക്ലാറ്റർ സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, then hiss, a sharp sound made by air or steam escaping or animals like snake അല്ലെ. പാമ്പ് ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ശബ്ദത്തിനാണ് ഹിസ് എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞു ഹിസ് എന്ന് പറയുന്ന ശബ്ദം അല്ലെ. ആ ശബ്ദം നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് പതുക്കെ ഒന്ന് വിട്ടു നോക്കുമ്പോൾ നമുക്ക് ഹിസ് ശബ്ദം കേൾക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് ഇത് പാമ്പിന്റെ ചീറ്റലിൽ നിന്നുണ്ടായ ശബ്ദമാണ് കേട്ടോ. ദെൻ ക്ലിക്ക്, ക്ലിക്ക് ആ വേർഡ് തന്നെ നിങ്ങൾക്കറിയാം. എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട് മെയ്ഡ് ബൈ എ സ്വിച്ച് ഓർ എ സ്മോൾ ഒബ്ജക്ട് സ്ട്രൈക്കിംഗ് ഹാർഡ് സർഫേസ് അല്ലെ. നിങ്ങൾ ആ സ്വിച്ച് ഒക്കെ ഒന്ന് ഇട്ട് കളിച്ചു നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലിക്ക് സൗണ്ട് കേൾക്കാം കേട്ടോ. ദെൻ വീസ്, ദ സൗണ്ട് ഓഫ് സംതിങ് മൂവിങ് ക്വിക്ക്ലി ത്രൂ ദ എയർ അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം സ്പീഡിൽ അങ്ങ് എയറിലൂടെ ഒന്ന് വീശി നോക്കിയേ, എന്തെങ്കിലും ഒരു സാധനം സ്പീഡിൽ. ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ ഓലക്കൊടി വെച്ചിട്ട് ഒരു വണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുമായിരുന്നു. അതിന്റെ ഈർക്കിളി ഊരിയെടുത്തിട്ട് അതിങ്ങനെ വീശുമ്പോൾ നമുക്ക് ഈ ഒരു വിസിന്റെ ശബ്ദം ശരിക്കും കേൾക്കാൻ സാധിക്കും. ഒരു വടിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടി അതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് വണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ അത് വീശുമ്പോൾ ശരിക്കും ഈ വിസ് ശബ്ദം കേൾക്കും. കാരണം അത് സ്പീഡില് നമ്മൾ എയറിലൂടെ വീശി കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വിസ് എന്ന് പറയുന്ന ശബ്ദം കേൾക്കാം. ദെൻ പോപ്പ്, എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്, വളരെ ചെറിയ ഷാർപ്പായിട്ട് സൗണ്ട് ആണ്. ഓഫൻ മെയ്ഡ് വെൻ സംതിങ് ബേർഡ്സ് ആർ ഓപ്പൺ അല്ലെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് തുറക്കുകയും ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു ചീറ്റ ശബ്ദം പോലത്തെ ഒരു ശബ്ദം. ഓക്കെ, സ്നിപ്പ്, എ സൗണ്ട് ഓഫ് സംതിങ് ബീങ് കട്ട് എക്സ്പെഷ്യലി വിത്ത് ദ സിസേഴ്സ് അല്ലെ. മക്കളെ കത്രിക കൊണ്ട് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റും, കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ശബ്ദത്തിനാണ് നമ്മൾ സ്നിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കത്രികയല്ല, കത്തി ഉപയോഗിച്ച് വെക്കും. പക്ഷെ കത്തി ഉപയോഗിച്ച സമയത്ത് കട്ട് ചെയ്യുമ്പോൾ വേറെ ശബ്ദമാണ്, അത് സ്നിപ്പല്ല. നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ശബ്ദമുണ്ട്, അതിനാണ് നമ്മൾ സ്നിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ടിക്ക്, ടിക് 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 അതിൽ തന്നെ ഉണ്ടല്ലോ മക്കളെ. ദ സൗണ്ട് ഈസ് മെയ്ഡ് ബൈ ദ ക്ലോക്ക് ആൻഡ് വാച്ച് ആസ് ഇറ്റ് വർക്ക് അല്ലെ. നമ്മൾ ഇങ്ങനെ വീടൊക്കെ ഒന്ന് നിശബ്ദമാക്കി ഒരു ചെറിയ ശബ്ദം പോലും കേൾക്കാതെ വെക്കുമ്പോൾ, നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് ക്ലോക്കിന്റെ അടുത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദമാണ് ക്ലോക്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനാണ് ടിക് 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 എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ബാങ്, ഓൾറെഡി പറഞ്ഞു, കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ജനലും ഡോറൊക്കെ വന്നിട്ട് കാറ്റിൽ വന്ന് അടിയുന്ന ഒരു ശബ്ദമുണ്ട് അല്ലെ. എ സഡൻ ലൗഡ് നോയ്സ് ഓഫൻ മെയ്ഡ് ബൈ സംതിങ് ഹിറ്റിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് അല്ലെ. കാറ്റൊക്കെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് സ്ട്രോങ്ങിൽ വന്ന് അടിക്കുമ്പോൾ വന്ന് അടിയുന്ന ഒരു ശബ്ദമുണ്ട്, ജനലും ഡോറും വാതിലും ഒക്കെ അല്ലെ. അപ്പൊ ആ ശബ്ദത്തിനാണ് ബാങ് എന്ന് പറയുന്നത്. Then tingle, a loud ringing sound often like a small bells or glass അല്ലെ. ടിങ്കിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ബെല്ല് വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ സാധാരണ ബെല്ലല്ല, ഇപ്പൊ ഇങ്ങനെ ഇലക്ട്രിക് ബെല്ലാണ് അല്ലെ. അതൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമുണ്ട്, അതിനാണ് ടിങ്കിൾ ശബ്ദം എന്ന് പറയുന്നത്. ദെൻ മോ അല്ലെ, അത് പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ പശു അല്ലെ, കൗ മെയ്ഡ് ചെയ്യുന്ന ശബ്ദമാണ് അല്ലെ.
സോ ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ള. ഇനിയും ഒരുപാട് വേർഡുകൾ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് എഴുതാം. Then complete the conversation choosing suited words from those given below. ഇനി ഇവിടെയും തന്നിട്ടുണ്ടല്ലേ, എവിടെയും വിട്ടിട്ടില്ല മക്കളെ, ഒന്നും ബട്ട് വേർഡ്സ് വിട്ടിട്ടില്ല. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഹോക്കിംഗ് അല്ലെ, നമ്മള് ഹോക്കിംഗ് ശബ്ദം അല്ലെ. ആൻഡ് ബ്ലെയർ എന്ന് പറഞ്ഞാല് നമുക്കൊരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ചെവികളിൽ വന്നിട്ട് ഇങ്ങനെ അലർന്നൊരു ശബ്ദം ഉണ്ടല്ലോ അല്ലെ, അത്. ദെൻ ഗോബിൾ, റംബ്ലിംഗ്, സിസിൽ, ക്രാക്ക്ഡ്, ഡ്രിസിൽ, ത്രാണ്ട്. നമുക്ക് നോക്കാം മക്കളെ, ഇതിന്റെയൊക്കെ മീനിങ് വെച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മൈൻഡിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഡംബാവാല 1. ഹേ ഹൗ ഈസ് യുവർ ഡേ? എന്താണ് ഹൗ ഈസ് യുവർ ഡേ? നോക്കാം. ഫസ്റ്റ്, എങ്ങനെയുണ്ട് നിന്റെ ഇന്നത്തെ ദിവസം എന്നാണ് ചോദിക്കുന്നത്. ഒരു കോൺവെർസേഷൻ ആണ് കേട്ടോ. ദെൻ ഡംബാവാല 2, ടെറിബിൾ, ഭയാനകരമായിട്ടൊരു ദിവസം അല്ലെ. ട്രെയിൻസ് ആർ ലേറ്റ് ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റന്റ് ബ്ലെയർ ഓഫ് അനൗൺസ്മെന്റ് അല്ലെ. ട്രെയിനൊക്കെ വൈകി, അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കേൾക്കുന്ന അനൗൺസ്മെന്റിന്റെ ബ്ലെയർ ശബ്ദം ഇങ്ങനെ കേൾക്കാമായിരുന്നു. ക്ലിയർ. Dambawala 1, my cart is hit a pathole and there was a loud thunder അല്ലെ. ഒരു അതിന്റെ കാട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാളവണ്ടി പോലത്തെ അല്ലെ ഉന്തുവണ്ടി പോലത്തെ വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു ഗർത്തത്തില് വലിയൊരു കുഴിയിൽ വീണപ്പോ എന്തായി, ഒരു വലിയൊരു തണ്ട് ശബ്ദം അല്ലെ. ഒരു കുയിലൊക്കെ പോയിട്ട് ഒരു വണ്ടി അങ്ങ് ചാടുമ്പോ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഉന്തുവണ്ടി. അപ്പൊ ആ ഒരു ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഐ ഹോപ്പ് നൺ ഓഫ് ദ ഡംബാസ് ഗോട്ട് ക്രാക്ക്ഡ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഡംബയും അധികം പരിക്ക് പറ്റരുതേ, ക്രാക്ക് ആവുക അല്ലെ. ഇങ്ങനെ ക്രാക്ക് സംഭവിക്കില്ല, നമ്മൾ പരിക്കുകൾ സംഭവിക്കുക, കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന പരിക്കിനാണ് ക്രാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡംബാവാല 2, ഗുഡ്നസ്, മുംബൈ റോഡ്സ് ആർ ഓൾവേസ് ചാലഞ്ചസ്. ശരി തന്നെയാണ്, മുംബൈ റോഡ് നമുക്ക് എന്താണ്, ഭയങ്കര ഡേഞ്ചർ ആണ്, ഭയങ്കര ചലഞ്ചാണ് അല്ലെ. അപ്പൊ ഡംബാവാല 1 പറയാൻ ട്രൂ, ദിസ് ഇസ് സോ മച്ച് ഹോക്കിംഗ് ബൈ ദ വെഹിക്കിൾസ് ഓൺ ദ റോഡ്സ് അല്ലെ. വണ്ടികളുടെയൊക്കെ ഹോക്കിംഗ് ഇഷ്ടം പോലെ, മീൻസ് എന്താണ്, വണ്ടികൾ ഇങ്ങനെ തുരുതുപോലെ വന്നിട്ട് ഹോക്കിംഗ് ശബ്ദം ഉണ്ടാവാറുണ്ട് അല്ലെ, അതിനാണ് ഹോക്കിംഗ് എന്ന് പറയുന്നത്. Then ഡംബാവാല 2, don't you hear the sizzle from the street food stall? നിനക്ക് സ്ട്രീറ്റ് ഫുഡ്, നമ്മുടെ ഇങ്ങനെ ടൗണിലൂടെ പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന ഈ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാവും അല്ലെ, അവിടെ നിന്ന് നല്ല ഫ്രൈഡ് ശബ്ദം ഇങ്ങനെ കിരികിരി എന്ന് പറഞ്ഞിട്ട് ആ ഫ്രൈ ചെയ്യുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ദേ ആർ ഫ്രൈയിങ് സംതിങ്, അവരെന്തോ ഫ്രൈ ചെയ്യുന്നുണ്ട്, അതിനാണ് ഈ സിസിൽ എന്ന് പറയുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്ന ശബ്ദം. Then ഡംബാവാല 1, I'm hungry, എനിക്ക് വിശക്കുന്നുണ്ട്. Let us go build some vada pav and get back to work അല്ലെ. ഭയങ്കര വിശപ്പോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ആർത്തിയോട് കൂടി കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഈ ഗ്ലോബ് എന്ന് പറയുന്നത് കേട്ടോ. Then ഡംബാവാല 2 പറയാണ് hurry up, there is a rumbling in the skies. ആകാശത്ത് നിന്ന് ഒരു മുരൾച്ച കേൾക്കുന്നുണ്ട് അല്ലെ. റംബ്ലിംഗ് എന്ന് പറഞ്ഞാല് ആകാശത്ത് നിന്ന് ഇടി പൊട്ടുമ്പോഴൊക്കെ നമുക്ക് മഴക്കൊക്കെ മുമ്പായിട്ട് ഒരു മുരൾച്ച ഇങ്ങനെ കേൾക്കും, അതിനാണ് റംബ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് മൈറ്റ് ഡ്രിസിൽ മീൻസ് എന്താണ്, ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ. ചാറ്റൽ മഴയുടെ ശബ്ദത്തിൽ നിന്നാണ് ആ വേർഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇപ്പോ മഴ പെയ്യും, ചാറ്റൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മുരൾച്ച ശബ്ദം, ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ഈ ചാറ്റൽ മഴ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതിലും ഒരുപാട് പുതിയ വേർഡ്സ് നമ്മൾ പഠിച്ചു കേട്ടോ. Then activity 2, let's read the story of Anand, the unsung hero അല്ലെ. ഭയങ്കരമായിട്ട് സക്സസ് ഒന്നും ആവാത്ത ഒരു അൺസങ് ആയിട്ടുള്ള ഹീറോയുടെ ആനന്ദിന്റെ ഒരു സ്റ്റോറി വായിക്കാം അല്ലെ. Replace the words in bold type in the passage with their synonyms provided in the brackets and rewrite the passage അല്ലെ. ഇങ്ങനെ ഡിഫിക്കൽറ്റി, ഭയങ്കര കഴിവും കപ്പാസിറ്റി ഒക്കെ ഉള്ള ഇദ്ദേഹത്തിന്റെ ഒരു ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൽ കുറച്ച് സിനോണിംസ് ആണ്. എന്ത് സിനോണിംസ് എന്ന് പറഞ്ഞ മക്കളെ? സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാന പദങ്ങൾ, മലയാളത്തിൽ പറയുന്ന സമാന പദങ്ങൾ അല്ലെ. ഒരേ അർത്ഥം വരുന്ന, എന്നാലും 2 വേർഡ് ആയിരിക്കും, സെയിം മീനിങ് വരും, പക്ഷെ വേർഡ് സെയിം അർത്ഥം പോലത്തെ അർത്ഥമായിരിക്കും രണ്ടിനും ഉണ്ടാവുക അല്ലെ. പക്ഷെ വേർഡ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നോക്കാം. അൺബിലീവബിൾ എന്താണ്? അവിശ്വസനീയം എന്നൊക്കെ പറയില്ല, അതിനാണ് അൺബിലീവബിൾ എന്ന് പറഞ്ഞത്. സ്റ്റേർഡി മീൻസ് എന്താണ്? വളരെ തടിയൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, ആരോഗ്യമുള്ള. സർട്ടിഫൈഡോ? സർട്ടിഫൈഡ് കമ്പനി എന്നൊക്കെ നമ്മൾ പറയാറില്ല, അംഗീകൃതമായിട്ടുള്ള ഒരു
കാര്യം അല്ലെ. റെസ്പെക്ട്ഫുള്ളി നിങ്ങൾക്കറിയാം, ബഹുമാനപൂർവ്വം അല്ലെ. കോൾഡ് എന്താ, വിളിക്കുക, വിളിച്ചു വരുത്തി. അൺസിവിലൈസ്ഡ് മീൻസ് അൺകോത്ത് എന്ന അർത്ഥം. അൺസിവിലൈസ്ഡ് അപകൃഷിതമായിട്ടുള്ള എന്ന അർത്ഥത്തിൽ, അൺകൾച്ചേർഡ് ആയിട്ടുള്ള. അഡ്മിറബിൾ നമ്മൾ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, ആദരപൂർവമായിട്ടുള്ള. ഡെസ്റ്റിറ്റ്യൂഷൻ മീൻസ് എന്താ, ഡെസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാല് ഒരു പോവർട്ടി, ദാരിദ്ര്യം എന്നൊരർത്ഥം. ഓക്കെ. ദെൻ ഖയോസ് മീൻസ് പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, ഒരു ഇളകി മറിയല്, അതിനൊക്കെയാണ് ഖയോസ് എന്ന് പറയുന്നത്. ക്ലിയർ? In the bustling heart of the metropolitan city, there was a stocky man named Anand. അല്ലെ, ആ ഭയങ്കരമായിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയില് നമുക്കൊരു ആരോഗ്യവാനായിട്ടുള്ള, സ്റ്റേഡിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു മക്കളെ, സ്റ്റോക്കി എന്നാലും ഹെൽത്തിഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണാം. ഹി വാസ് നോൺ ഫോർ ഹിസ് ഇൻക്രെഡിബിൾ നാപ്പ്. അല്ലെ, അവിശ്വസനീയമായിട്ടുള്ള, അൺബിലീവബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏതിലുള്ള കഴിവാണ്, ആൽഫ ന്യൂമറിക്കൽ പസിൽ സോൾവ് ചെയ്യാനുള്ള കഴിവ്, which he modestly attributed to being one of his foibles. He trotted through the city street every day, dressed up in work-out jacket, and he was rarely greeted cordially by others. അല്ലെ, വളരെ ആദരവോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ ആദരിക്കപ്പെടാറുണ്ട്, ഗ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. Then Anand had a long habit an uncouth and civilized outcast in the world of the polished man and woman. One day he received an unexpected call from the officials of the renowned tech company after they were struck by the turbulence in their security system. Turbulence അല്ലെ, എന്താണ്, ഒരു പ്രശ്നം അല്ലെ, ഒരു പ്രശ്നത്തില് ആ കമ്പനി പെട്ടപ്പോ അവരുടെ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോൾ വരികയാണ് കേട്ടോ. Their alphanumerical codes had been compromised and Anand was summoned to the company's to headquarters. അല്ലെ, അവരുടെ ആൽഫാന്യൂമറിക്കൽ സിസ്റ്റത്തില് ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് വിളിച്ചത്. അപ്പൊ സമ്മോണ്ട് ആണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ കേട്ടോ. The CEO desperate to save the company's reputation, അവരുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഒക്കെ നിലനിർത്താൻ വേണ്ടി പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ ഡയർ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. Anand heart went out to him as he listened to the tale of the man on the brink of the penury penury means daridryam. With a commendable determination, Anand is immersed himself in the tangled mess of codes and the inscription. The 11th hours, Anand cracked the code and restored the company's security. The CEO gratitude knows bounds and he heartily endorsed Anand's incredible talents. അങ്ങനെ അദ്ദേഹം വന്ന് അത് ശരിയാക്കി കൊടുത്തു. അദ്ദേഹത്തെ എന്ത് ചെയ്തു, അഡ്മിറബിളൊക്കെ ചെയ്ത് കമ്പനിയിലെ ആളുകൾ. ക്ലിയർ? നമുക്കൊന്നും കൂടെ ആ മീനിങ്ങും ആ വേർഡും അതിന്റെ മീനിങ്ങും നോക്കാം. നമുക്ക് ആ പാസേജ് നമുക്ക് ആവശ്യമില്ല, പാസേജ് നിങ്ങൾ അർത്ഥറിഞ്ഞ് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഈ വേർഡുകളാണ് അല്ലെ. നോക്കാം വേർഡും അതിന്റെ സിനോണിംസും അല്ലെ. സ്റ്റോക്കി, സ്റ്റേഡി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് തടിയൊക്കെ ഉണ്ടായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യവാനായിട്ടുള്ള ഒരു ഒന്നൊന്നര മനുഷ്യനാണ് നമ്മൾ സ്റ്റേഡി, സ്റ്റോക്കി എന്ന് പറയുന്ന വേർഡ് അല്ലെ. രണ്ടിനും ഏകദേശം ഒരേ മീനിങ് ആണ് കേട്ടോ. ഇൻക്രെഡിബിൾ, അൺബിലീവബിൾ, അവിശ്വസനീയമായിട്ട് അല്ലെ, വിശ്വസിക്കാൻ സാധിക്കാത്തത് അല്ലെ. ദെൻ കോർട്ടസി, റെസ്പെക്ട്ഫുള്ളി എന്ന് പറഞ്ഞ ആദരവോടെ, ബഹുമാനപൂർവം. അൺകോത്ത്, അൺസിവിലൈസ്ഡ് എന്നും സെയിം മീനിങ് അല്ലെ, ഒരു അപരിഷ്കൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺകൾച്ചേർഡ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥത്തിൽ. ടെർബുലൻസ് ആൻഡ് കയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇളക്കം, കുഴപ്പം എന്നൊക്കെ അല്ലെ. സമ്മോണഡ്, കോൾഡ്, വിളിച്ചു വരുത്തി എന്നൊരർത്ഥത്തിൽ. പെനുറി, ഡിസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ദാരിദ്ര്യം. ഓക്കെ. കമന്റബിൾ ആൻഡ് അഡ്മിറബിൾ അല്ലെ, എന്താണ്, എടുത്തു പറയേണ്ടത് തന്നെയാണ്, ആദരിക്കേണ്ടത് തന്നെയാണ്, അല്ല എടുത്തു പറഞ്ഞ് ആദരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻഡോസ്ഡ് ആൻഡ് സർട്ടിഫൈഡ്, എന്താണ്, അംഗീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ക്ലിയർ? ആക്ടിവിറ്റി. Hema went on a trip to Munnar last summer. She was fascinated by the marvel of the nature. ഹെമ ഒരു ടൂറൊക്കെ പോയിട്ടുണ്ട്. അവൾ ആകെ അവിടുത്തെ പ്രകൃതിയൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ട് മക്കളെ. ആൻഡ് ഷി പെൻഡ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ദ ഫോം ഓഫ് ട്രാവൽ സ്റ്റോറി അല്ലെ. അവളുടെ ട്രാവൽ സ്റ്റോറിയുടെ ആ എക്സ്പീരിയൻസ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഷീ നീഡ്സ് യു ടു എഡിറ്റ് ഹെർ സ്റ്റോറി, ഹെൽപ്പ് ഹെർ എഡിറ്റ് ദേഴ്സ് അല്ലെ. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോറി അവൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് അവളൊരു എഴുത്തൊക്കെ എഴുതി. പക്ഷെ അവൾ എന്ത് ചെയ്തു മക്കളെ, അതിൽ കുറച്ച് സ്പെല്ലിംഗ് തെറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം. അതിൽ തിരുത്തേണ്ട വേർഡാണ് ഈ ബ്രാക്കറ്റിൽ ഉള്ളത്. ഫ്ലവർ, ബിയർ, പീസ്, സി, ഫയർ, ടു,
വെദർ, മീറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് തന്നെയാണ് അല്ലെ. പൂവ്, കരടി, പീസ്, സീ, കാണുക, ടു, അതുപോലെ ടീ, അതുപോലെ കാലാവസ്ഥ, മീറ്റ്, കാണുക, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെയാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു അല്ലെ. ഇതെങ്ങനെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് സമ്മർ ഐ എംബാർക്ക്ഡ് ഓൺ ദ ജേർണി ടു ആണ്. ഈ ടു ആണ് ആൾ എഴുതിയ മിസ്റ്റേക്ക്. അതിന് പകരം കറക്റ്റ് ആൻസർ ആണ് ഈ ബ്രാക്കറ്റിൽ കാണുന്നത് കേട്ടോ. ടു ആണ്. ടു മൂന്നാർ. ടു എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് എന്നൊരർത്ഥത്തിലാണ്. ഇവിടെ ടു മൂന്നാർ, മൂന്നാറിലേക്ക് എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. ഇതെന്താ വെച്ചാല് ടു മാറ്റമില്ല അല്ലെ. പ്രൊനൗൺസിയേഷൻ എന്താണ്, സെയിം ആണ്. പക്ഷെ വേർഡിന്റെ സ്പെല്ലിങ്ങും അതിന്റെ മീനിങ്ങും ഡിഫറെന്റ് ആണ് കേട്ടോ. ഹോമോഫോൺസ് ആണ് ഇത് അല്ലെ. ഹോമോഫോൺസ് ആണ്, ഇത് പഠിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വേർഡിനെ നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയും. വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ്, സ്പെല്ലിങ്ങിന് മാറ്റമുണ്ട്, മീനിങ്ങിന് മാറ്റമുണ്ട്. പക്ഷെ എന്താണ്, പ്രൊനൗൺസിയേഷൻ അല്ലെ, അത് ഉച്ചരിക്കുന്ന രീതി എന്താണ്, സെയിം ആണ്. ക്ലിയർ? നോക്കാം. ഇന്ത്യ, ദ വെദർ വാസ് പെർഫെക്റ്റ്. വെദർ എന്ന് പറയുന്നതും ഈ വെദറും കാലാവസ്ഥ എന്ന് പറയുന്ന വെദർ ആണ് അവിടെ വേണ്ടത്. ഓക്കെ. വിത്ത് എ ക്ലിയർ സ്കൈസ് ആൻഡ് എ ജെന്റിൽ ബ്രീസ് ആൻഡ് അമിഡ് ലഷ് ടീ പ്ലാന്റേഷൻ അല്ലെ. പിന്നെ അവിടെ ടീ പ്ലാന്റേഷനിലോട്ട് കയറിയപ്പോ അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ടീയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. കറക്റ്റ് എന്താണ്, ടീ പ്ലാന്റേഷൻ ആണ് കേട്ടോ, തേയിലത്തോട്ടാണ് കേട്ടോ. I couldn't help but marvel at the vibrant flower എന്ന് പറയുന്ന ഇതല്ല, ഇവിടെ ഫ്ലവർ ഗാർഡൻ ആണ് കേട്ടോ. ആൻഡ് ദാറ്റ് adorned the landscape as I trekked through the hills. അതിനുശേഷം അവള് ഹില്ലിലൂടെ ട്രെക്ക് ചെയ്തു. I came across with അവിടെ കാട്ടിലൂടെയൊക്കെ പോകുമ്പോ നമുക്ക് ആരെ കാണും, ബെയറല്ല, ബിയറിനെ കണ്ടുമുട്ടി, ഒരു കാട്ട് കരടിയെ കണ്ടുമുട്ടി. ബട്ട് മാനേജ് ടു കീപ് കോൾ, അതൊക്കെ മാനേജ് ചെയ്തു. ആൻഡ് എ ലോക്കൽ കഫേ ഹാഡ് സെർവ്ഡ് എ ഡെലീഷ്യസ് പീസ് ഓഫ് ഫ്രഷ് ബേക്ക്ഡ് കേക്ക് അല്ലെ. അവൾക്ക് അവിടെ പീസാണ്, ഇത് സമാധാനം അല്ലെ, തെറ്റാണ്. പീസ്, കേക്കിന്റെ പീസാണ് കൊടുത്തത്. വൈൽ ദ serene വ്യൂ ഓഫ് ദ ടീ ഗാർഡൻ there I was fortunate to meet അല്ലെ. ഈ മീറ്റ് അല്ല, ഇത് തിന്നുന്ന മീറ്റാണ്. ഇവിടെ വേണ്ടത് കണ്ടുമുട്ടാണ് കേട്ടോ. എ ഫ്രണ്ട്ലി ലോക്കൽ ഹൂ സജസ്റ്റ് ദ ബെസ്റ്റ് സ്പോട്സ് ടു സീ. അവര് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, അവിടെ കാണാൻ ഉള്ള അടിപൊളി പ്ലേസുകളൊക്കെ പറഞ്ഞു കൊടുത്തു. കാണുക എന്നുള്ള മീനിങ് ആണ്, അല്ലാതെ കടൽ എന്ന് പറയുന്ന സീ അല്ല കേട്ടോ. ദ സ്റ്റണ്ണിങ് വിസ്റ്റ ആസ് ദ സൺ ഡിപ്ഡ് ബിലോ ദ ഹൊറിസൺ അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളെ ഇത് മുങ്ങിപ്പോകുന്നത്. എന്ത് മുങ്ങിപ്പോകുന്നത്, സൂര്യൻ, അല്ലാതെ മകൻ എന്ന് പറയുന്ന സൺ അല്ല, അവിടെ സൂര്യൻ എന്ന് പറയുന്ന സൺ ആണ് കേട്ടോ. I couldn't help but a pen a fire അല്ലെ. ഈ ഫെയർ അല്ല വരുന്നത്, ഈ ഫെയർ ആണ് കേട്ടോ. ദ poem on the Mona's magic beauty in my diary അല്ലെ. അപ്പൊ ആൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണ്, പക്ഷെ സ്പെല്ലിങ്ങും മീനിങ്ങിലും ആണ് മിസ്റ്റേക്ക് വന്നത് കേട്ടോ. നോക്കാം. നോട്ട് ദ വേർഡ്സ് യു ഹാവ് റീപ്ലേസ്ഡ് അല്ലെ. നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള വേർഡ്സുകളാണ് ഇത്. ഒരു വട്ടം കൂടെ നമുക്കൊന്ന് റീഡ് ചെയ്യാം. ടു, ടീ, tea, beer, meat, sun, weather, flower, peace, sea, fire അല്ലെ. ഒരേ പ്രൊനൗൺസിയേഷൻ ആണ് അല്ലെ, സ്പെല്ലിങ്ങും മീനിങ്ങിലുമാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണത്. അതാണ് ഹോമോഫോൺസ്. എന്താണ് മക്കളെ, ഹോമോഫോൺസ് അല്ലെ. Why do you think the Hema used these words incorrectly? They are words with the same pronunciation but a different spelling and meaning. ഇതാണ് നോക്കാം. ഇതാണ് ഹോമോഫോൺസ്. എന്താണ് ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് സ്പെല്ലിങ്ങും ഡിഫറെന്റ് മീനിങ്ങും ആണ് അല്ലെ. സച്ച് വേർഡ്സ് വിത്ത് ദ സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ് ആൻഡ് ദ മീനിങ് ആർ ടേംഡ് ഹോമോഫോൺസ്. എന്താണ് മക്കളെ ഹോമോഫോൺസ് എന്ന് പറഞ്ഞാല്? ഇങ്ങനെ ഒരുപാടൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണ്ട. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ഡിഫറെന്റ് സ്പെല്ലിംഗ്, ഡിഫറെന്റ് മീനിങ്. ക്ലിയർ? നോക്കാം. ഇവിടെ നോക്കിയേ. മെയിൽ, ഡു, പെയർ, വോൾ, ഹോൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഹോൾ നമ്മൾ പറയില്ല, വോൾ തന്നെ പറയുള്ളൂ കേട്ടോ. അപ്പൊ ക്ലിയർ ആയാലും ഇങ്ങനെ ഒരുപാട് വേർഡ്സ്, ഹോമോഫോൺസ് വേർഡ്സിന് ഒരുപാടുണ്ട് എക്സാമ്പിൾസ് കേട്ടോ. ഒത്തിരി ഹോമോഫോൺ വേർഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിലും, നമ്മുടെ ഭാഷയല്ലാതിരുന്നുകൊണ്ട് തന്നെ, ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് അധികവും തെറ്റുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അല്ലെ. നമ്മൾ ഉദ്ദേശിച്ച സ്പെല്ലിംഗ് ആവില്ല, നമ്മൾ ഉദ്ദേശിച്ച വേർഡ്. പക്ഷെ ടീച്ചർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന വേർഡ്
സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാവുന്നത് എഴുതി വെക്കും. അപ്പോഴാണ് ഈ പറഞ്ഞ ഹോമോഫോൺസ് നമ്മളെ വന്നിട്ട് ചതിക്കാറുള്ളത് അല്ലെ. അത് തന്നെയാണ് ഹേമക്കും പറ്റിയത് കേട്ടോ. നോക്കാം. Hema's travel story is so fascinating that you decided to visit Munnar. You scribbled down your thoughts in your diary using variety of homophones. Complete the diary അല്ലെ. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഹോമോഫോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഡയറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. I too would love to visit Munnar. Before starting, I would check whether the weather is fine or not. I would like to see the flower of garden. നോക്കാം. ഇനി നമുക്കവിടെ നോക്കാം. I too would love to, കണ്ടോ 2 വരുന്നുണ്ട്. വിസിറ്റ് മൂന്നാർ അല്ലെ. ബിഫോർ ദ സ്റ്റാർട്ടിങ് I would check whether the weather is fine or not അല്ലെ. കാലാവസ്ഥ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. I would like to see the flower of the garden അല്ലെ. നമ്മൾ എന്താണ് സീ ഫ്ലവർ ഓഫ് ദ ഗാർഡൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പോകാൻ കാണാൻ ആഗ്രഹിച്ചു. ഇറ്റ് ഈസ് റിയലി എ പ്ലേസ് ഓഫ് ദ പീസ് ആൻഡ് എവരി പീസ് ഓഫ് ദ ഡ്യൂ ഡ്രോപ്സ് വുഡ് അട്രാക്ട് ദ. അത് ശരിക്കൊരു സമാധാനത്തിന്റെ സ്ഥലമാണ്. അതേപോലെ തന്നെ എവറി ഡ്രോപ്പ് ഓഫ് ദ പീസ് എന്താണ്, വളരെ അട്രാക്റ്റബിൾ ആണ്. ദർ ആർ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസ്. ഐ വുഡ് ലൈക്ക് ടു വെറൈറ്റി ഓഫ് മീറ്റ് ഐറ്റംസ് അല്ലെ. അവിടെ ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട്. വെറൈറ്റി ഓഫ് മീറ്റ് ഐറ്റംസ് നമുക്ക് ലഭിക്കും. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ ഷെഫ് ടു അല്ലെ. അവിടെ ഷെഫിനെ കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. Then the tea bushes appear like a gigantic sea and I would like to see that അല്ലെ. gigantic sea കാണാൻ എന്ത് ചെയ്തു, I would like to see that. Then I would feel like a son of the god and the good sun would warm my heart. കണ്ടോ 2 സൺ യൂസ് ചെയ്തു. I have a fair decision to visit Munnar. Then I think the bus fare to Munnar is moderate അല്ലെ. അപ്പൊ ഒരു മൂന്നാർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ. മൂന്നാറിൽ പോയാലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ആ ഒരു ഹോമോഫോൺസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. Then activity form. Read the sentence given below from the Waiting for Rain. He accused this year is the monsoon of the merely Kati Kuti Puva. The writer has quoted the exact words of here uncle by code stitching. Use the technique of the transliteration. Code stitching എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. കാട്ടി കൂട്ടി പോവുക അല്ലെ. അതൊരു കാട്ടി കൂട്ടി പോവല്ലേ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ല നമ്മളോട് നമുക്ക് താല്പര്യമില്ലാത്തപ്പോഴൊക്കെ നമ്മളോട് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവിടെ ഒരു ചെയ്യും അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയാ, കാട്ടിക്കൂട്ടി പോവാ. മൊത്തത്തിലൊന്ന് കാട്ടിക്കൂട്ടി പോയി അത്രേ ഉള്ളൂ. അല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ല അല്ലെ. അപ്പൊ ഈ വേർഡ് ഇതേപോലെ നമ്മുടെ റൈറ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റിംഗ് ഫോർ റെയിനില് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡിന് എന്താണ്, ഇത് നമ്മുടെ ഒരു കാട്ടിക്കൂട്ടി പോവാന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു വേർഡാണ്. പക്ഷെ അത് എഴുതിയിരിക്കുന്ന മലയാളത്തിലാണോ? അല്ല, എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് ആണ് അല്ലെ. അതിന്റെ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ വേറൊരു ഭാഷയുടെ ആൽഫബറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, വേറൊരു ഭാഷയുടെ ലാംഗ്വേജ് ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ വേർഡ് എന്താണ്, മറ്റൊരു ഭാഷയായിരിക്കും. ക്ലിയർ? വേർഡ് നമ്മുടെ ഭാഷയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടില്ല, എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്, ഇംഗ്ലീഷ് സ്പെല്ലിംഗിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അങ്ങനെയുള്ള വേർഡുകൾക്കാണ് നമ്മൾ ഈ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നോക്കാം. Code stitching involves the use of the words, phrases, the entire sentence borrowed from different languages നിന്നും എടുക്കുന്ന വേർഡുകളാണ് in speech or the writing അല്ലെ. സ്പീച്ചിലോ റൈറ്റിംഗിലോ ഒക്കെ എടുക്കുന്നതാണ്. when the words of the particular languages are written the alphabet of another language, അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു ഭാഷയുടെ ആൽഫബറ്റ്സിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. it is called translation. This may be used to evoke the sense of the cultural, linguistic, authentically a literary piece. അല്ലെ, ഇത് ഒരുപാട് ഇതിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ലിറ്റററി വർക്കുകളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ഇത്രയും വലിയ സംഭവങ്ങളൊന്നും മനസ്സിലാക്കണ്ട, നമ്മൾ ഈ മൈൻഡിൽ കാട്ടിക്കൂട്ടി പോവാന്ന് വരിക, അത് ഇംഗ്ലീഷിൽ എഴുതുക അല്ലെ. നമ്മുടെ ഭാഷയിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് മംഗ്ലീഷ് എന്ന് അല്ലെ, അതന്നെ അല്ലെ, മംഗ്ലീഷിലാണ് എഴുതുന്നത് അല്ലെ. നമ്മുടെ ഭാഷ നമ്മുടെ വേർഡ് എന്തിൽ എഴുതാണ്, ഇംഗ്ലീഷിലോട്ട്. അപ്പൊ നമ്മളതിന് മംഗ്ലീഷ് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവരിതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് കോഡ് സ്റ്റിച്ചിങ് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ വേറൊരു ഭാഷയുടെ ഒരു വേർഡ് ആയിരിക്കും, പക്ഷെ യൂസ് ചെയ്യുന്നത് മറ്റൊരു ഭാഷയുടെ ആൽഫബറ്റ്സ് ആയിരിക്കും. ക്ലിയർ?
ഇനി കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, ആ വേർഡുകളൊന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. വിലാപകാവ്യം, മധ്യമകാലം ആൻഡ് ദ്രുതകാലം അല്ലെ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ കാലങ്ങൾ. നോക്കാം. Then വിലാപകാവ്യം is a phrase that translate to ideal time or the leisure time in English അല്ലെ. leisure ടൈമിനും ideal ടൈമിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ വിലാപകാവ്യം എന്ന് പറയുന്നത്. It refers to a period when one is not engaged in any specific task or work അല്ലെ. ഒരു വ്യക്തി ഒരു ഇതിലും ഒരു വർക്കിലും ഒരു ആക്ടിവിറ്റിയിലും ഒന്നിനും തന്നെ എൻഗേജ് ചെയ്യാതിരിക്കുക. ഓഫൻ ഇംപ്ലൈങ് ടൈം ഫോർ ദ റിലാക്സേഷൻ ഓർ ലാക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെ. കാര്യമായിട്ടൊന്നും ചെയ്യാതെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യാം മക്കളെ? വിലാപകാവ്യം എന്ന് യൂസ് ചെയ്യാം. ക്ലിയർ? Then മധ്യമകാലം is a phrase that translates to mid time or medium pace of in English അല്ലെ. ഒരു മിഡ് ടൈം ആണ് കേട്ടോ. മറ്റേത് എന്തായിരുന്നു? ഐഡിയൽ ടൈം ആയിരുന്നു. ഇറ്റ് ക്യാൻ റെഫർ ടു പീരിയഡ് ദാറ്റ് neither too fast or no slow അല്ലെ. എന്നാലും വളരെ സ്പീഡിലല്ല, എന്നാ വല്ല പതുക്കെയല്ല. Often used to contest of music or rhythmic activities to indicate a moderate tempo അല്ലെ. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ. ഒരു അയഞ്ഞാ കൊയഞ്ഞാ വർക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ. അങ്ങനെ ഒരു യൂസ് ഉണ്ട് മലയാളത്തിലും. ഒരു ഇതിലിങ്ങനെ ചെയ്യാം, എന്നാ ഭയങ്കര ഫാസ്റ്റും അല്ല, എന്നാ നല്ല സ്ലോയും അല്ല, ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ അല്ലെ. Then ദ്രുതകാലം is a phrase that translates to the fast tempo and the quick time in English അല്ലെ. അടിപൊളിയായിട്ട് സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. It is often used in the context of the music chants to indicate the rapid and brisk pace അല്ലെ. മ്യൂസിക്കിലൊക്കെ നമ്മളിത് കാണാറുണ്ട്. ദ്രുതകാലമാണ്, നല്ല ഹൈ പിച്ചിൽ അടിപൊളി ഫാസ്റ്റില് പോകുന്നതിനാണ് നമ്മൾ ദ്രുതകാലം എന്ന് പറയുന്നത്. സം ഓഫ് ദ അതർ കോമൺ ട്രാൻസ്ലേഷൻ, അധികം മറ്റു ചില വേർഡ്സുകൾ നമുക്ക് നോക്കാം. അമ്മ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് അല്ലെ. മദർ എന്ന് പറയുന്നതിനുള്ള ഒരു വേർഡ് തന്നെയാണ്. ദിസ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ദ തമിഴ് മലയാളം വേർഡ് ഫോർ മദർ. മദറിനുള്ള ട്രാൻസ്ലേഷൻ വേർഡാണ് അമ്മ. അപ്പ ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ദ തമിഴ് ഓർ മലയാളം വേർഡ് ഫോർ ഫാദർ അല്ലെ. തമിഴാരും മലയാളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഫാദർ എന്ന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് അപ്പ. ദെൻ പൂക്കളം. ദിസ് റെഫേഴ്സ് ടു എ ഫ്ലവർ അറേഞ്ച്മെന്റ് പെർട്ടിക്കുലർ ഡ്യൂറിംഗ് ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള അല്ലെ. നമ്മുടെ കേരളത്തില് നമ്മുടെ കേരളത്തില് ഓണത്തിന് പൂക്കളറിനാണ് പൂക്കളം എന്ന് യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ അല്ലെ മക്കളെ. ദെൻ വിഷു. ദിസ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ദ നെയിം ഓഫ് ദ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ഇൻ കേരള, പാർട്ട് ഓഫ് ദ തമിഴ്നാടിന്റെയും പാട്ടിന്റെയും ഭാഗമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് വിഷു അല്ലെ, നമ്മുടെ വിഷു. ആൻഡ് ദിസ് എക്സാമ്പിൾ ഹൈലൈറ്റ് ദ യൂസ് ഓഫ് നാറ്റീവ് ലാംഗ്വേജ് ടേംസ് ഇൻ ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ടു റിട്ടേൺ ദ കൾച്ചറൽ സ്പെസിഫിസിറ്റി. വിഷുവിന് നമ്മളെപ്പോഴും വിഷു എന്നല്ലേ പറയാറുള്ളൂ. ഓക്കെ, പക്ഷെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ, എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള വേർഡിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ട്രാൻസ്ലിറ്ററേഷൻ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 5 ക്ലിയർ ആണല്ലോ. അതൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാല് ആദ്യത്തെ പാസേജുകളൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഈ ഹോമോഫോൺസ് ആണെങ്കിലും കോഡ് സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ വേർഡുകൾ അറിഞ്ഞിരുന്നാൽ മതി. സാഹചര്യം എന്തായാലും ബുക്കത്ത് രാവിലെ വേറെ അല്ലേ വരിക. അപ്പൊ നിങ്ങൾ ആ വേർഡുകൾ അറിഞ്ഞിരിക്കുക കേട്ടോ. Then activity 5. Read the conversation between two tourists on a visit to Mumbai. Did you know the italics conversation? They are called phrasal verbs അല്ലെ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് വേറെ ഒന്നുമല്ല മക്കളെ, ഫ്രേസൽ വെർബ്സ് ആണ് കേട്ടോ. ഇനി ഫ്രേസൽ വെർബ്സ് നിങ്ങൾക്ക് ഒരുപാട് അറിയുന്നതായിരിക്കും, ലൈഫിൽ ഒരുപാട് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഇനി കുറച്ച് ഫ്രേസൽ വെർബ്സ് ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. Did you know that the Dambawalas are put through the rigorous training? അല്ലെ, നിങ്ങൾക്ക് അറിയാമോ, വളരെ കർക്കശമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ് എന്ത് പോകുന്നത്? ഡംബാവാലാസിന് കിട്ടുന്നത്. അതിനാണ് പറയുന്നത് പുത്രു. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രെയിനിങ് എക്സ്പീരിയൻസിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ പുത്രു പറയും അല്ലെ. ഓഫ് കോഴ്സ് ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ഓൺ വിത്ത് ദെയർ ഹെക്ടിക് ഷെഡ്യൂൾസ് അല്ലെ. അത് അവരുടെ അന്നുള്ള ഹെക്ടിക് ഷെഡ്യൂൾസ് ഒക്കെ സംഭവമായിട്ട് അവരെ ഓവർടേക്ക് ചെയ്ത് അത് വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ അവരെ സഹായിക്കുന്നു. നോക്കാം. How about trying to guess the meaning of the phrases from the context? Put through to make someone experience or something difficult or unpleasant അല്ലെ. അൺപ്ലസന്റ് ആയിട്ടുള്ള, ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒരാള് ആ ടാസ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പുട്ട് ത്രൂ എന്ന് പറയുന്നത് കേട്ടോ. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ടു മാനേജ്, അല്ലെങ്കിൽ നമ്മൾ മാനേജ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാനേജ് ചെയ്യുക അല്ലെ, നമ്മൾ ഡീൽ ചെയ്യുക. എങ്ങനെ? വിത്ത് എ സിറ്റുവേഷൻ എക്സ്പെഷ്യലി സക്സസ്ഫുള്ളി, വളരെ സക്സസ്ഫുള്ളി ആയിട്ട് വളരെ ഉഷാറായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാനേജ് ചെയ്യുന്നതിനാണ് ഗെറ്റ് ഓൺ എന്ന് പറയുന്നത്. ക്ലിയർ?
Phrasal verbs put through the several meanings depending on the context. അല്ലെ put through നമ്മളിപ്പോ ഒരു മീനിങ് അവിടെ പറഞ്ഞു. എന്തായിരുന്നു? എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി അത് ആ ടാസ്ക് ഫിനിഷ് ചെയ്യുക അല്ലെ. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയുള്ള ടാസ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ put through എന്ന് പറയുന്നത്. ഇനി അതിന് പല സാഹചര്യങ്ങൾക്കനുസരിച്ച്, അതാണ് ഈ ഫ്രേസൽ വെർബിനുള്ള പ്രശ്നം അല്ലെ. ഒരു മീനിങ് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ സാഹചര്യങ്ങളും സെന്റൻസും സിറ്റുവേഷൻസ് അനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, അതിന് മീനിങ് മാറും. അപ്പൊ നമുക്ക് കുറച്ച് മീനിങ്സ് നോക്കാം കേട്ടോ. put through ന്റെ ആണ്. കണക്ട് ബൈ ഫോൺ അല്ലെ, ടെലിഫോണിൽ മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറയാൻ നമ്മൾ ഈ ഒരു put through യൂസ് ചെയ്യും. നമുക്ക് നോക്കാം. ടു കണക്ട് ടു സംവൺ ടു അനദർ പേഴ്സൺ ലൈൻ ഓൺ ദ ഫോൺ അല്ലെ, നമ്മൾ ഒരാളെ വിളിച്ചിട്ട് മറ്റൊരാളെ ഫോണിലൂടെ കണക്ട് ചെയ്യാൻ പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, put through യൂസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കുഡ് യു പുട്ട് മീ ത്രൂ ടു ദ HR ഡിപ്പാർട്ട്മെന്റ് പ്ലീസ് അല്ലെ, എനിക്ക് നിങ്ങളുടെ HR ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒന്ന് ഫോണ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അവരെ ഒന്ന് കിട്ടുമോ, അവരെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് ഇവിടെ put through യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? The next one, to subject to experience. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് അല്ലെ. ടു മേക്ക് someone experience something difficult or unpleasant അല്ലെ. അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക, ലൈഫിൽ അങ്ങനെ ടാസ്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനാണ് ഈ put through യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ. ഡു നോ ദാറ്റ് ഡംബാവാലാസ് ആർ put through the rigorous training അല്ലെ. ഡംബാവാലസ് വളരെ കർക്കശമായിട്ടുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ് അവർക്ക് കിട്ടുന്നത് അല്ലെ. അവർ അതിലൂടെയാണ് കടന്നു പോകുന്നത്, അതാണ് അവർക്ക് കിട്ടുന്നത്. ദെൻ കംപ്ലീറ്റ് ഓർ അക്കംപ്ലിഷ്, എന്തെങ്കിലും ഒരു കാര്യം സക്സസ്ഫുൾ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ഫിനിഷ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, അതിന് പറയും കേട്ടോ. ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എ പ്രോസസ് ഓർ ടാസ്ക്, എന്തെങ്കിലും ഒരു ടാസ്കോ ഒരു പ്രോസസ്സോ വളരെ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനും put through എന്ന് പറയും. നോക്കാം. They managed to put through the new policy despite some opposition. ഓപ്പോസിഷൻ ഉണ്ടായിട്ട് അവർ എന്ത് ചെയ്തു, ഉഷാറായിട്ട് അവര് അത് മാനേജ് ചെയ്തു. ഐ മീൻ അവരത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ പേ ഫോർ എഡ്യൂക്കേഷൻ, പൈസ അല്ലെ, പേയ്മെന്റ് കൊടുക്കുക അല്ലെ, എന്തെങ്കിലും ഒരു ഇവിടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുക. നോക്കാം. ടു പേ ഫോർ സമ്മൺ ഓർ സമ്മൺ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, നമ്മൾ എന്തെങ്കിലും ആളുകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ പേ ചെയ്യാം. നോക്കാം. എക്സാമ്പിൾ, ഹി വർക്ക്ഡ് 2 jobs to put his doctor through college അല്ലെ. അവർ 2 വർക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ പഠന ആവശ്യത്തിന് കോളേജിൽ put through എന്ന് പറഞ്ഞാൽ കോളേജിൽ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2 ജോബ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? Then the phrasal verb get on has several meaning depending on the context. ഇനി നമ്മൾ put through മാത്രമല്ലല്ലോ അല്ലെ, get on പഠിച്ചിട്ടുണ്ട്. get on-നുണ്ട് ഡിഫറെന്റ് മീനിങ്. നോക്കാം. ബോർഡിങ് എ വെഹിക്കിൾസ് അല്ലെ, എന്തെങ്കിലും ഒരു വെഹിക്കിൾസിന്റെ ഉള്ളിലോട്ട് കയറുമ്പോ നമ്മൾ പറയും, എന്ത് പറയും, ഗെറ്റ് ഓൺ പറയും അല്ലെ. ടു എൻ്റർ ഓർ ബോർഡ് എ വെഹിക്കിൾ സച്ച് ആസ് ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ കയറുമ്പോൾ നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയും. വി നീഡ് ടു ഗെറ്റ് ഓൺ ദ ബസ് ബിഫോർ ഇറ്റ് ലീവ്സ് അല്ലെ, ആ ബസ് പോകുന്നതിന് മുമ്പ് എനിക്ക് അതിലോട്ട് കയറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ഗെറ്റ് ഓണിന്റെ മീനിങ് അല്ലെ. ബോർഡിംഗ് വെഹിക്കിൾസ് പറഞ്ഞാൽ എന്താ, ബോർഡിംഗ് വെഹിക്കിൾസ് പറഞ്ഞാൽ എൻ്റർ ദ വെഹിക്കിൾസിലോട്ട് പ്രവേശിക്കാം. ദെൻ പ്രോഗ്രസ് ഓർ മാനേജ്, എന്തെങ്കിലും ഒരു കാര്യം പ്രോഗ്രസ് ചെയ്യുക അല്ലെ, അതിനൊരു മെച്ചം വരിക അല്ലെ, മാനേജ് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുക, അത് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ടു മാനേജ് ഓർ ഡീൽ വിത്ത് എ സിറ്റുവേഷൻ എക്സ്പെഷ്യലി സക്സസ്ഫുള്ളി അല്ലെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നല്ല വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് ആണ് നമ്മൾ ഈ ഗെറ്റ് ഓൺ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇറ്റ് ഹെൽപ്സ് ദം ടു ഗെറ്റ്, അത് അവരെ എന്തിനു ഹെൽപ്പ് ചെയ്തു, വിത്ത് ദെയർ ഹെക്ടിക് ഷെഡ്യൂൾസ് അല്ലെ, അത് അവരുടെ വളരെ ഡെയിലി എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂൾസിന് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഗെറ്റ് ഓൺ. ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതിന് നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയും. ടു ഹാവ് എ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് സമ്മൺ, മറ്റുള്ളവരായിട്ട് നല്ലൊരു റിലേഷൻ ഉള്ളതിന്. എക്സാമ്പിൾ, ഷി ഗെറ്റ്സ് ഓൺ വെൽ വിത്ത് ഹർ കോ വർക്കേഴ്സ് അല്ലെ, അവൾ അവളുടെ കോ വർക്കേഴ്സ് ആയിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയും. അഡ്വാൻസ് ഇൻ ഏജ് അല്ലെ, വളർച്ച അല്ലെ, ഗെറ്റ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10 ആണെങ്കിൽ നാളെ 15, വർഷങ്ങൾ ഇങ്ങനെ പോവുകയാണ്, നമുക്ക് ഏജ് ഇങ്ങനെ ഗെറ്റ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അല്ലെ, അതിനാണ് ടു ഗ്രോ ഓൾഡർ അല്ലെ. ഓരോ വർഷങ്ങൾ ഇങ്ങനെ പോയി ഏജ് ഇങ്ങനെ കൂടി വരുന്നതിന് നമ്മൾ ഗെറ്റ് ഓൺ എന്ന് യൂസ് ചെയ്യാറുണ്ട്. Now read the diary entry the tourist on a visit to Delhi, date and day. What an exciting day I have
explore the vibrant city of the Delhi. അല്ലെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഡയറി വായിക്കാം കേട്ടോ. ഇതിന്റെ മീനിങ്ങും കാര്യങ്ങളും അല്ല, നമുക്ക് ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതൊന്ന് ഡയറി ഒന്ന് വായിക്കാം. This morning I decided to visit the local markets and I couldn't believe the variety of goods I came across the ഗാന്ധി ക്രോക്ക്. അല്ലെ, അദ്ദേഹം ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാണ്, ലോക്കൽ മാർക്കറ്റ്. ഒരിക്കലും അവിടെ അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുമുട്ടുന്നു ആ ഗാന്ധി ചോക്കിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫ്രം കം അക്രോസ് അല്ലെ, നമ്മൾ അപ്രത്യക്ഷമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എക്സ്പെക്ട് ചെയ്യാതെ ഒരു കാര്യമായി കൂട്ടിമുട്ടുന്നതിന് കണ്ടുമുട്ടുന്നതിന് കം അക്രോസ് എന്ന് പറയും അല്ലെ, കെയിം അക്രോസ് അല്ലെങ്കിൽ കം അക്രോസ്. From spices to jewelry and the colorful fabrics, it was a shopper's paradise. അല്ലെ, അത് ഷോപ്പേഴ്സിന്റെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ സ്വർഗമാണെന്നൊക്കെയാണ് പറയുന്നത്. I then came by a vendor who sold me a mouth watering street food. അല്ലെ, അവിടെ വെച്ചിട്ട് അദ്ദേഹം ആരെ മീറ്റ് ചെയ്യാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരുടെ കടന്നു പോവാണ്, ആരെ മീറ്റ് ചെയ്യാൻ പറ്റി, ഒരു മൗത്ത് വാട്ടറിങ് സ്ട്രീറ്റില് ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. ഫുഡിന്റെ ആ ഒരു ഏരിയയില്. ഇൻ ദ ആഫ്റ്റർനൂൺ ഐ കെയിം ബാക്ക് എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു പോവാ കേട്ടോ. ടു മൈ ഹോട്ടൽ ഫോർ ലഞ്ച് ബിഫോർ ഹെഡിങ് ടു ഹുമയൂൺ ടോപ്പ് ആൻഡ് ഇന്ത്യ ഗേറ്റിനൊക്കെ ശേഷം വീണ്ടും തിരിച്ച് അവർ താമസിച്ച അതേ ഹോട്ടലിലോട്ട് തന്നെ തിരിച്ചു പോയി കേട്ടോ. കെയിം ബാക്ക് ഉണ്ട്, കെയിം ബൈ ഉണ്ട്, കെയിം അക്രോസ്. ക്ലിയർ? In the evening, I was surprised to find that I had come round to my friends. അല്ലെ, വിസിറ്റ് ചെയ്യുക, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നതിനാണ്, പോയി വിസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ കം റൗണ്ട് ടു എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡിന്നർ വി ലുക്ക് എ റിക്ഷ റൈഡ് ത്രൂ ഓൾഡ് ഡൽഹി നാരോ ലൈൻസ്. അല്ലെ, നാരോ ലൈൻസിലൂടെയൊക്കെ അതിന് ശേഷം അവരൊരു റൈഡ് ഒക്കെ പോയി. I cannot describe what came over me as we made a way through the chaos and charm of the bustling street. അല്ലെ, came over എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതിനാണ് കെയിം ഓവർ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ടുമാറോ ഐ പ്ലാൻ ടു വിസിറ്റ് ദ ലോട്ടസ് ടെമ്പിൾ. നാളെ എനിക്ക് ലോട്ടസ് ടെമ്പിൾ കാണാൻ പ്ലാൻ ഉണ്ട്. ഐ റിയലി ഹോപ്പ് ദാറ്റ് ഡേയ്സ് പ്ലാൻ കം ഓഫ് ജസ്റ്റ് ലൈക്ക് ടുഡേ. അല്ലെ, ഇന്നത്തെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അല്ലെ, കം ഓഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. നമ്മള് കൂടുതൽ കാര്യങ്ങളിലൂടെയൊക്കെ അല്ലെ ഇന്ന് കടന്നു പോയിട്ടുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളുടെ പുതിയ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കടന്നുപോയി പുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, ദെൻ ഡൽഹി ഹസ് ട്രൂലി കം അപ്പ് ടു എക്സ്പെക്ടേഷൻ. എന്റെ പ്രതീക്ഷകൾക്കും എല്ലാം ഉയർച്ച അല്ലെ. കം അപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രസ് എന്ന് പറഞ്ഞ അർത്ഥത്തിലുണ്ട്, എമർജ് എന്ന് പറയുന്ന അർത്ഥം വരും. ആൻഡ് ഐ കാൻ വെയിറ്റ് ടു വാട്ട് അഡ്വഞ്ചേഴ്സ് കം ഔട്ട് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ട്രിപ്പ്. അല്ലെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതിന്റെ ഓരോന്നിന്റെയും മീനിങ് ഒന്ന് വ്യക്തമായിട്ട് ഒന്നും കൂടെ നോക്കാം കേട്ടോ. First one, circle the phrasal verb in the diary entry above the write them the table below with their meanings. You may add more phrasal verbs to the table. അപ്പൊ അതിന് ആ ഒരു പാസേജിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫ്രേസൽ വെബ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ആ ഫ്രേസൽ വെബ്സ് ഒക്കെ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. കം അക്രോസ് അല്ലെ, കം അക്രോസ് ഞാൻ പറഞ്ഞു, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്യുന്നതിനാണ്. നോക്കാം. ടു മീറ്റ് ഓർ ഫൈൻഡ് സമ്മൺ ഓർ സംതിങ് ബൈ ചാൻസ് അല്ലെ, ബൈ ചാൻസിന് കണ്ടുമുട്ടാണ് കേട്ടോ. ബൈ ചാൻസിന് നമ്മൾ ആരെങ്കിലും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നതിനാണ് കം അക്രോസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. Then come by അല്ലെ, come by to visit someone for a short time after unexpected. കുറച്ചു കാലത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, come by എന്ന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? Then come back to return to a place where you were before. അല്ലെ, നമ്മൾ ഓൾറെഡി താമസിച്ച് എവിടേക്ക് അല്ലെങ്കിൽ നമ്മൾ എവിടെയാന്ന് നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് അവിടുന്ന് പോയി എല്ലാ പ്ലേസും കണ്ടിട്ട് വീണ്ടും തിരിച്ച് ആ ഹോട്ടലിലോട്ട് തന്നെ വരിക അല്ലെ. അപ്പൊ നമ്മൾ എവിടുന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കം ബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? Then come round. To visit someone home, നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ഹോം പോയി വിസിറ്റ് ചെയ്യാം. എക്സ്പെഷ്യലി ഇൻഫോർമലി അൺഎക്സ്പെക്ടഡ്, നമ്മൾ അവരോട് പറയാതെ ഒട്ടും അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാതെ, നമ്മൾ അവരോട് പറയാതെ അവർ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവരുടെ വീട് പോയി വിസിറ്റ് ചെയ്യുന്നതിനാണ് കം റൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? Then come over. നോക്കാം. To be understood or comprehend by someone അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം അക്വയർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക ബൈ സമ്മൺ അല്ലെ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നോക്കാം. എന്തെങ്കിലും കാര്യം നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്ത് എന്തെങ്കിലും കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ കം ഓവർ എന്ന് പറയും.
മേക്ക് വൺസ് വേ ത്രൂ, മേക്സ് വൺ വേ ത്രൂ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസൽ വെർബ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നോക്കാം. To progress or navigate through a difficult or challenging situation. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവാ. ഓഫൻ സക്സസ്ഫുള്ളി റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ ഗോൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിഫിക്കൽട്ട് ആയിട്ട് സിറ്റുവേഷനിലോട്ട് കടന്നു പോയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് എത്തും പലപ്പോഴും. ഇറ്റ് ഇംപ്ലൈസ് ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ് ഓർ ചാലഞ്ചസ് അലോങ് ദ പാത്ത്. നമ്മുടെ വഴികളിലൂടെ ഉള്ള തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചലഞ്ചുകളെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. Then come off. To give a particular impression or appear in a certain way, to happen to occur often unexpectedly. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഒരുപാട് വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ കം ഓഫ് എന്ന് പറയുന്നത്. Then come up. To rise and elevate as a physical metaphorical sin. ഞാൻ പറഞ്ഞ പോലെ ഉയർന്നു വരിക അല്ലെ, എന്തെങ്കിലും ഒരു കാര്യമാക്കിയവരൊക്കെ ചെയ്ത് അത് ഉയർത്തി കൊണ്ടുവരിക, അതിനാണ് കമ്മപ്പ്. ഞാൻ ആ കമ്പനി കമ്മപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് പറയാറുണ്ട് അല്ലെ. ഞാൻ എൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഞാൻ എൻ്റെ ലൈഫിലെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സ്കില്ലുകളൊക്കെ കമ്മപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറയും അല്ലെ. മേർജ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് കേട്ടോ. കമ്മൗട്ട് ഓഫ് പറഞ്ഞാൽ ഉയർത്തി കൊണ്ടുവരിക എന്നൊരർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഈ കമ്മൗട്ട് ഓഫ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഫ്രേസൽ വെർബ്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ഗ്രാമർ പാർട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് പോയിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ മീനിങ് കുറച്ചും കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. The following passage on nurturing life skill. Nurturing life skill in ഒരു പാസേജ് നമുക്ക് നോക്കാം. Complete the passage picking phrases from the choices given in the box below. Come up, come across, come out, come by, come off. ഇങ്ങനെയുള്ള ഇത് കമ്മിന്റെ തന്നെയാണ് കേട്ടോ. ഇത് ഒരു പാസേജ് ഉണ്ട്, ആ പാസേജിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പാസേജ് കുറച്ച് ടഫായിട്ടുള്ള പാസേജാണ്, പക്ഷെ നമുക്ക് പാസേജിന്റെ ഒരു ആവശ്യകതയല്ലല്ലോ, നമുക്ക് ഇതിന്റെ ഒരു മീനിങ്ങിന്റെ ആവശ്യകതയാണ് അല്ലെ. ഫ്രേസൽ വെർബ്സ് ആണ്. നമുക്ക് നോക്കാം. In the journey of life, individuals often come across the various challenges, opportunities that demand a set of essential life skills. അല്ലെ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ യാത്ര എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ജീവിതയാത്രയിൽ നമ്മൾ അപ്രത്യക്ഷമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാതെ കമാക്രോസ് കൂട്ടിമുട്ടാറുണ്ട് അല്ലെ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കണ്ടുമുട്ടി കൂട്ടിമുട്ടി അങ്ങനെയൊക്കെ പറയുന്നതിനൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ മീറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ കമാക്രോസ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും ചലഞ്ചസും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്, കമാക്രോസ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ സ്കിൽസിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ, നമ്മുടെ സ്കിൽസിനൊക്കെ ഡിമാൻഡായിട്ട്. ട്രൂലി ത്രൈവ് വൺ മസ്റ്റ് കം ബൈ സ്കിൽസ് സച്ച് ആസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ. നമ്മളത് എന്തിലൂടെ മക്കളെ, എന്തിലൂടെയാണ് നമ്മളത് ഒട്ടും ഇൻഫോർമൽ ആയിക്കൊണ്ട് തന്നെ നമ്മളത് എന്തിലൂടെ മീറ്റപ്പ് ചെയ്യും, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ നമ്മളത് ആർജിച്ചെടുക്കാറുണ്ട്. വെൻ വി ഫേസ് വിത്ത് ഒബ്സ്റ്റാക്കിൾസ് ദ എബിലിറ്റി ടു, നമ്മൾ എന്തെങ്കിലും ഒരു തടസ്സവും ചലഞ്ചും നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എന്തിനു പഠിക്കും, എബിലിറ്റി ടു കം ഓഫ് എ റെസിലിയന്റ് ഇമ്പോർട്ടന്റ് അല്ലെ. നമ്മള് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ നമ്മൾ പഠിക്കും. അതിനാണ് നമ്മുടെ കം ഓഫ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് അലോസ് ഇൻഡിവിജ്വൽ ടു ബിക്കം സ്ട്രോങ്ങർ ആൻഡ് വൈസർ അല്ലെ. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ എന്താക്കി മാറ്റും, സ്ട്രോങ്ങറും വൈസറും ആക്കിയിട്ട്, ബുദ്ധിയുള്ളവരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് മാറ്റും. മോർ ഓവർ ദ കപ്പാസിറ്റി ടു കം അപ്പ് വിത്ത് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഇന്നോവേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് അല്ലെ. അതിനൊക്കെ അപ്പുറം നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങും പുതിയ കാര്യങ്ങളും ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കപ്പാസിറ്റിയും കൂടെ അതിലൂടെ വരും. Hence, the acquiring life skills to empower individuals to come out on the top. ഇങ്ങനെയുള്ള ലൈഫിലെ ചലഞ്ചുകളും പ്രോബ്ലംസുകളൊക്കെ ഓവർടേക്ക് ചെയ്ത് ഫേസ് ചെയ്ത് അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് സാധിക്കും, ലൈഫിൽ നമ്മൾ ടോപ്പായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹൈറ്റിലെത്താൻ നമുക്ക് സാധിക്കും. അതിനാണ് കം ഔട്ട് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി ഫേസുകളൊക്കെ നേരിട്ടതിന് ശേഷം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് വൺ ചെയ്ത് നമ്മളത് ആ റിസൾട്ട് നമ്മൾ ഹൈ ആയിട്ട് നമ്മളത് അക്യൂർ ചെയ്ത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ട് നമ്മൾ അതിൽ സക്സസ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന വേർഡാണ് കം ഔട്ട് ഓൺ ദ ടോപ്പ് അല്ലെ, ടോപ്പിലെത്തുക അല്ലെ, സ്ട്രഗ്ലിങ്ങിന് ശേഷം. നോട്ട് ഓൺലി ആസ് എ സെർവിയർ ബട്ട് ആസ് എ ഇൻഡിവിജ്വൽ ഹു ഫ്ലറിഷ് ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ക്ലിയർ? അപ്പൊ ഇതാണ് മെയിനായിട്ട് ഒന്നുമല്ല, നമ്മൾ പുത്രൂവിന്റെ കുറച്ച്
ഫ്രേസൽ വെർബ്സ് കണ്ടു, ഗെറ്റിന്റെ ഫ്രേസൽ വെർബ്സും കണ്ടു, കമ്മിന്റെ ഫ്രേസൽ വെർബ്സും കണ്ടു. നമ്മുടെ ഫ്രേസൽ വെർബ്സിന്റെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തായാലും ക്ലാസ് കംപ്ലീറ്റ് ഇരുന്ന് കാണില്ല, അടിച്ചു വിട്ടിട്ട് കാണായിരിക്കില്ല മക്കളെ. അപ്പൊ നിങ്ങൾ ഫ്രേസൽ വെർബ്സിന്റെ ക്ലാസ് എടുക്കുക. അതിൽ ഈ ഫ്രേസൽ വെർബ്സുകൾ ഏത് പുട്ട് വെച്ചിട്ടും ഗെറ്റ് വെച്ചിട്ടും അതുപോലെ കമ്മ് വെച്ചിട്ടുള്ളതുണ്ട്. അതിന് മീനിങ്ങും കാര്യങ്ങളും എക്സാമ്പിൾസും വ്യക്തമായിട്ട് ആ ക്ലാസ്സിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് പോയി കാണുക. എന്നിട്ട് ഇതും കൂടെ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രേസൽ വെർബ്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആവും. സോ ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.